സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മലപ്പുറത്ത് വെച്ച് ചേർന്നിരുന്നു. ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുണ്ട്, അൻവർ പിടിക്കുന്ന വോട്ടുകളൊക്കെ UDF വോട്ടുകളായിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നം നമുക്ക് കാണാം. 40% കുറയാത്ത LDF വോട്ട് എനിക്ക് വരും എന്ന് തീർച്ചയാണ്. ഞാനൊരു 10% അടുത്ത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയിരുന്നത്. പക്ഷേ സ്ഥിതി അതല്ല. സ്ഥിതി വളരെ ദാരുണമാണ്. ഈ പറയുന്ന CPM-ൻ്റെ സംവിധാനത്തിനകത്ത് വലിയ പിണറായിസം, അതിൻ്റെ ദുരന്തം പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. മരുമകൻ്റെ അതിപ്രസരം പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. കുടുംബാധിപത്യവും SFIയും സമ്പത്തുണ്ടാക്കലും കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനമായി നമ്മുടെ സഹോദരിമാരുടെ സമരം വളരെ ദയനീയമായി പോയി, അവരോടെടുത്ത നിലപാട് എന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ചകളെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. 40% കുറയാത്ത വോട്ടുകൾ ഞാൻ ഉയർത്തിയ പിണറായി ഈ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ആരംഭിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ തൊഴിലാളികളും ആരും ഇത് മറന്നിട്ടില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള വികാരം പല രീതിയിൽ എന്നിലെത്തിക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അത്രയെക്കുറിച്ച് പറയാനുള്ളൂ. 75,000-ൻ്റെ കണക്ക് ഞാൻ പറയാം. 35,000 വോട്ടിനടുത്താണ് CPM പിടിക്കാൻ പോകുന്നത്, LDF പിടിക്കാൻ പോകുന്നത്. അത്ര തന്നെയാണ് UDF പിടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വോട്ടുകൾ വരാൻ പോകുന്നത്. BJP സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്ന് നമുക്കറിയില്ല. പിടിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി വോട്ട് നമുക്കറിയാലോ, 10,000-12,000 വോട്ടാണ്. അതങ്ങനെ തന്നെ കണക്കാക്കിയാൽ പോലും ഈ പറയുന്ന ബാക്കി വോട്ടുകൾ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഒരു പെട്ടിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ആ പറയുന്നത് വലിയ വോട്ടിന് ജയിക്കുന്നു. വോട്ടിൻ്റെ ഒരു ആധിപത്യം അൻവറിൻ്റെ പ്രചാരണത്തിലെവിടെയും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. UDF LDF ഒക്കെ വലിയ പ്രചാരണങ്ങളും വലിയ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടൊന്നും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പ്രചരണം ഉണ്ടാവില്ലെന്ന് ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന ഈ വഴിക്കടവ് പഞ്ചായത്തിലെ ആളുകൾ ഇവർ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നവരാണ്. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി നിൽക്കാൻ കഴിയും, സർക്കാരിൻ്റെ സഹായമില്ലെങ്കിലും. സർക്കാരിൻ്റെ സഹായമില്ലാതെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും ഇടത്തരക്കാരും ഓട്ടോ തൊഴിലാളികളും മണൽ തൊഴിലാളികളും മരത്തൊഴിലാളികളും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് ഇവിടെ ഉള്ളത്. അവരെങ്ങനെ പുറത്തു വരിക? അവർ പുറത്ത് വരില്ല. ഇനി അപ്പുറത്ത് പുറത്ത് പോകുന്നുണ്ടല്ലോ, അവരെ കൂടെ ബലമായിട്ട് മറ്റുള്ളവരും കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ 23-ാം തീയതി നമുക്ക് കാണാം. 19-ാം തീയതി അവരുടെ വികാരം അവർ രേഖപ്പെടുത്തും, യഥാർത്ഥ വികാരം അതുണ്ടാകും. തൃണമൂലിൻ്റെ സംഘം ദേശീയ നേതൃത്വമൊക്കെ പ്രചാരണത്തിനെത്തുമെന്ന് പറഞ്ഞു. അല്ല എന്തൊക്കെ തീരുമാനിച്ചു? അല്ല, 15-ാം തീയതിയാണ് നമ്മളൊരു മെഗാ റാലി നടത്തുന്നത്. ആ മെഗാ റാലിയിൽ ആ റാലി തുടർന്ന് അവസാനിക്കുന്നത് വരെ ഈ പറയുന്ന യൂസുഫ് പത്താൻ കൺഫേംഡ് ആണ്. മഹുവ മൈത്ര ഹാഫ് വേ കൺഫേംഡ് ആണ്. എന്തായാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവും. അതാണ് സ്ഥിതി. ഓക്കെ, താങ്ക് യു. പോന്നാ.